അടിക്ക് തിരിച്ചടി എന്നുള്ള ലെവലിലാണ് ഇപ്പൊ ഹോർമോസിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ഫ്ലാഗ് ഉള്ള ഒരു കപ്പല് ഹോർമൂസ് കടക്കാൻ ശ്രമിച്ചപ്പോ ഇറാൻ അതിനെ ഡ്രോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇറാൻ പറഞ്ഞ പാതയിലൂടെ അല്ല പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അതെന്ത് ചെയ്തത്, ഇറാൻ അതിനെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ അതിന് തിരിച്ചടിയായിട്ട് ഇപ്പോ അമേരിക്ക ആക്ച്വലി ഇറാന്റെ ചില കമ്മ്യൂണിക്കേഷൻ ടവറുകളും അതേപോലെ തന്നെ ചില ഡ്രോൺ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോ ഇറാന് സമ്മതിച്ചിട്ടുണ്ട്. അമേരിക്ക അത് സെൻകോം അത് പുറത്തു വിടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സെൻകോം അത് പുറത്തു വിട്ടപ്പോ അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, US Central Command forces conducted a strikes against Iran June 26 has a powerful response to yesterday's attack on a commercial ship that was transiting the Strait of Hormuz. ഇതാണ് സെൻകോം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അടി തിരിച്ചടി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ ഹോർമൂസിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് എസ്കലേറ്റ് ആവത്തില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന. അതേപോലെ തന്നെ ഇതിന്റെ മധ്യസ്ഥത വഹിക്കുന്ന ആൾക്കാരൊക്കെ പറയുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇത് എസ്കലേറ്റ് ആവത്തില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരുന്നു, ഇറാനും ഉറപ്പായിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് ആക്ച്വലി ട്രംപിന്റെ അടുത്ത് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വെസലിന് നേരെ ഇറാൻ അറ്റാക്ക് ചെയ്തതിൽ എന്താണ് US റെസ്പോൺസ് എന്ന് ചോദിക്കുന്ന സമയത്ത് അന്ന് ട്രംപ് പറഞ്ഞത് വെയിറ്റ് ആൻഡ് സീ എന്നുള്ള സാധനമാണ്. അപ്പൊ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വെറും ഈ പറയുന്ന ഒരു ഒരു വാക്കുകൾ കൊണ്ടുള്ള ശകാരമോ അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള വാഗ്വാദമൊക്കെയാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ട്രംപ് വേറെ എന്തെങ്കിലും പറഞ്ഞേനെ. ഇപ്പൊ തലയിൽ കൂടെ ബോംബിടുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പക്ഷെ ട്രംപ് കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ട് വെയിറ്റ് ആൻഡ് സീ എന്നാ പറഞ്ഞത്. അപ്പൊ അവര് ഓൾറെഡി അത് പ്ലാൻഡ് ആണ്, ഇങ്ങനെ അറ്റാക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് പ്ലാനിങ്ങിലുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ആ വെയിറ്റ് ആൻഡ് സീ വന്നത്. അപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരുന്നു. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്താതിരിക്കാനും പറ്റൂല. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് മേഖലയിലെ സെക്യൂരിറ്റി നോക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ മേഖലയുടെ സെക്യൂരിറ്റി ഉണ്ടാവത്തില്ല എന്നുള്ള ചില അവകാശവാദങ്ങൾ US-നുണ്ട്. അപ്പോ എഗെയിൻ ഇപ്പോ ഒമാന്റെ തീരങ്ങളിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ബഹ്റൈന്റെ ഒക്കെ തീരത്തിലൂടെ ഒന്നും, ബഹ്റൈന്റെ തീരം എന്ന് പറയാൻ പറ്റത്തില്ല, ഒമാന്റെ തീരങ്ങളിലൂടെ ഈ പറയുന്ന കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സ്ഥിതിയെങ്കിൽ അത് ഞങ്ങള് അനുവദിക്കത്തില്ല എന്നുള്ള ഒരു കാര്യം. അപ്പൊ അത് എന്തായാലും ഇപ്പൊ അമേരിക്കക്ക് അത് മുന്നോട്ട് വെച്ചേ പറ്റൂ. അപ്പൊ അതിനൊരു തിരിച്ചടി നൽകിയേ പറ്റൂ എന്നുള്ള രീതിയിലും ഒരു ടോക്കൺ ഓഫ് അറ്റാക്ക് ആണ് ഇപ്പൊ ഈ നടന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അടിച്ചു, അതിന് ഞങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ള ലെവലിലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ തിരിച്ചടി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ യഥാർത്ഥത്തിൽ ആ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇപ്പൊ ആ റീജിയനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഹോർമൂസ് എന്ന് പറയുന്നത് ഇറാന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ ഇറാൻ. പക്ഷെ അതിനെ തടയിടുക, അത് ഓൾറെഡി മനസ്സിലാക്കുന്ന അമേരിക്ക അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പറയുന്ന ഒമാനുമായിട്ട് സംസാരിച്ചിട്ട് ഒമാന്റെ തീരങ്ങളിലൂടെ ഒരു പുതിയ ഒരു പാത ഉണ്ടാക്കല്ല, ആ തീരങ്ങളിലൂടെ കപ്പലുകളെ കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ അങ്ങനെ ആ തീരങ്ങളിലൂടെ കപ്പലുകൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറാന് കൺട്രോൾ ഇല്ലാത്ത രീതിയിലേക്ക് ഇറാൻ നിശ്ചയിക്കുന്ന കപ്പലുകളെ കടത്തിവിടുക, ഇറാന്റെ മോണിറ്ററിംഗ് ഇല്ലാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും രണ്ടാമതൊന്നുകൂടെ ഇറാന്റെ നേരെ അറ്റാക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ വെപ്പണേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഹോർമൂസ് എന്ന് പറയുന്ന ചോക്ക് പോയിന്റ് ഇറാന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതൊരിക്കലും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു നെഗോഷിയേഷൻ പവർ ആയിട്ട് ആരെയും ഒന്ന് അറ്റാക്ക് ഇറാന്റെ നേരെ അറ്റാക്കിന് വരുന്ന ആരെയും ഒന്ന് 3 പ്രാവശ്യം ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമായിട്ട് ഹോർമൂസിനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഇറാന്റെ തന്ത്രമാണത്. അപ്പൊ ആ തന്ത്രം മനസ്സിലാക്കുന്ന അമേരിക്കയാണ് ഈ ഒമാൻ വഴി കപ്പലുകളെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പൊ ആ കപ്പലിനെ ആക്രമിക്കുന്ന സമയത്ത് ഒരു തിരിച്ചടി ഉണ്ടാവും, തിരിച്ചടി ഉണ്ടാവണം എന്ന് ആക്ച്വലി ഇറാൻ പ്രതീക്ഷിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ആ കപ്പൽ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇറാന്റെ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് ഈ പറയുന്ന കപ്പൽ കമ്പനികൾക്ക് ഒരു ബോധ്യം ഉണ്ടാവും ഇനി. അത് മാത്രമല്ല കുറച്ചും കൂടെ സേഫർ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇറാൻ നിശ്ചയിക്കുന്ന പാതയിലൂടെ പോവായിരിക്കും നല്ലത് എന്നുള്ളൊരു തോട്ടൂടെ വരും.
പിന്നെ എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ US അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു നിലയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം US ഒരു അവകാശവാദം എന്ന് പറയുന്നത് അത് ഇന്റർനാഷണൽ വാട്ടർവേ ആണ്. ഇന്റർനാഷണൽ വാട്ടർവേയിൽ ഒരിക്കലും ഒരു രാജ്യങ്ങൾക്കും അധികാരമില്ല. അത് വളരെ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ് ഇന്റർനാഷണൽ വാട്ടർവേയിൽ എന്നുള്ളതാണ് US അവകാശവാദം. ആ അവകാശം മുൻനിർത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഈ ഹോർമോസിനെ കൈയടക്കാനുള്ള ശ്രമങ്ങളെ ഈ അമേരിക്ക ആക്ച്വലി പ്രതിരോധിക്കുകയും കൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു വാദമുള്ള അമേരിക്കക്ക് ഇറാന്റെ സൈഡിലൂടെ ഇറാൻ നിശ്ചയിക്കുന്ന പാതയിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർമ്മികമായി അത് സാധിക്കത്തില്ല. അപ്പൊ കപ്പൽ കമ്പനികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇറാൻ നിശ്ചയിക്കുന്ന പാതയിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ഒമാന്റെ തീരത്തിലൂടെ പോകുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇറാന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞ ഭീഷണി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന കപ്പൽ കമ്പനികൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് നൽകാത്തതും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത അവസ്ഥയിലേക്കും കൂടെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ഒരു മേഖലയിലൂടെയാണല്ലോ ഈ കപ്പലുകൾ സഞ്ചരിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇമേജിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇറാന്റെ ശ്രമം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇറാൻ ആക്ച്വലി ഒരു തിരിച്ചടി ആഗ്രഹിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നാണ് എന്റെ ഒരു തോട്ട് പോകുന്നത് ഈ കാര്യങ്ങൾ കാണുന്ന സമയത്ത്. അപ്പൊ ഏത് വിധേനയും അവിടെ കയോട്ടിക് ആയിട്ട് നിലനിൽക്കണം. അതിന്റെ ഒരു എന്താ പറയാ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള നിലയ്ക്ക് ഇറാൻ അതിൽ നിന്നും ഒരു ഗെയിൻ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഹോർമോസ് കയ്യിലിരിക്കണം. ഇതാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ലോങ് ടേം ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് എങ്ങനെയാണോ ഈ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ ഒരു ലോങ് ടേം കോൺഫ്ലിക്റ്റ് ആയിട്ട് നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതയാണ് ഇപ്പോ കണ്ടുവരുന്നത്. കാരണം MOU എന്താ പറയാ സീസ് ഫയർ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് ഇരു രാജ്യങ്ങളും പറയുകയും കൂടെ ചെയ്യുന്നു. പക്ഷെ അടുത്ത ഘട്ട ചർച്ചയ്ക്കായിട്ട് ഈ രാജ്യങ്ങൾ തയ്യാറെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടതാണെന്നുള്ളതാണ്.